ഫ്രണ്ട്സ്, ഒരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇത് മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ, കാശ്മീരി ചില്ലി, വേപ്പിൻ്റെ ഇല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ശേഷം ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസ് ഓരോന്നെടുത്ത് നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ ചിക്കൻ പീസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എണ്ണയിൽ നിന്നും വറുത്ത് കോരാണ്. അങ്ങനെ ചിക്കനെല്ലാം വറുത്ത് കോരിയെടുക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയിൽ നിന്ന് 2 സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയിട്ട് വഴറ്റിയെടുക്കുക. വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും വറുത്ത് കോരി മാറ്റി വെച്ച് എണ്ണയിലേക്ക് ഒരു 10-25 ചെറിയുള്ളിയാണ് അത് ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി നല്ല ഗോൾഡൻ കളർ വരണേ. അങ്ങനെ നമ്മുടെ ഉള്ളി മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഫ്ലെക്സ് ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ലെമൺ ജ്യൂസ്, കുറച്ചുകൂടി ലെമൺ ജ്യൂസ് ഒഴിച്ച് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച വേപ്പിൻ്റെ ഇലയും ഫ്രൈ ചില്ലിയും കൂടി അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെസിപ്പി റെഡി. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഈ സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇനി ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് കേട്ടോ. ഹലോ, ഹായ് ഹായ് ഹായ്. എഴുന്നേറ്റ് വാ. ഇതാണ് ഞാൻ പറഞ്ഞു